वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव। സിന്ധുവേട്ടൻ ഈ ഗണേശോത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സിന്ധുവേട്ടൻ, അതുപോലെ ഇവിടെ ആ മഹത്തായ ഒരു കാര്യകർത്താവാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഗണേശോത്സവ പന്തലില് നമ്മളോടൊപ്പം महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव। നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ശ്രീ വത്സേനെ ഷാളനീച്ച് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമാൻ മുരളി അവരെ ക്ഷണിച്ചു കൊടുത്തു. वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ഈ ഗണേശോത്സവം ഭഗവാന്റെ പേരിൽ വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ മദഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ മരുവുക നീയൻ അറിവിൻ പതി. നീലത്തുരത്തില്
ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ വന്നിട്ട് കച്ചവടത്തിന് വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള അനൈക്യം മുതലെടുത്തുകൊണ്ട് ഈ നാട്ടിൽ അടിമത്തം അടിച്ചേൽപ്പിച്ച ബ്രിട്ടീഷ് വെള്ളക്കാരായ സായിപ്പന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് വന്ദേ മാതരം വിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെമ്പാടും നടന്ന ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന സ്വാതന്ത്ര്യബോധത്തിന്റെ പഠവാക്തിയിൽ ഇവിടുത്തെ ജനതയെ എടുത്തു ചാടിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരനായകന്മാരായ ആളുകൾ ജനങ്ങളെ ഒറ്റക്കെട്ടായി സമരത്തിൽ അണിനിരത്താൻ വേണ്ടി നടത്തിയ വൈവിധ്യമാർന്ന പരിപാടികളിൽ ഒന്നായിരുന്നു ധർമ്മബോധത്തോടുകൂടി, ഈശ്വര ചിന്തയോടുകൂടി, ആസ്തിക്യ ചിന്തയോടുകൂടി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഗണപതി എന്ന മുദ്രയെ, ഗണപതി എന്ന പ്രതീകത്തെ ഉപയോഗിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് ഗർജിച്ചുകൊണ്ട് ജനങ്ങളെ ഈ സമരത്തിലേക്ക് എടുത്തു ചാടിച്ച തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സാർവജനിക ഗണേശോത്സവം മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ഈ നാടിന്റെ മാനവിധുക്കളെയും മൂല്യങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചാലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് തിലകൻ സാർവജനിക ഗണേശോത്സവം ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് അത് ആരംഭിക്കുന്നത്. തുടക്കമോടെയാണ്. തിലകന്റെയൊക്കെ ജന്മഭൂമിയും കർമ്മഭൂമിയുമാണ് മറാത്ത രാഷ്ട്രം. ആ മറാത്തയിൽ ആരംഭിച്ച് ഉത്തരഭാരതത്തിലെമ്പാടും അത് പടർന്നു കയറുകയായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതും നമ്മളുമായി എന്താണ് ബന്ധം എന്ന് ചിന്തിച്ച സാധാരണക്കാരായ ആളുകളെ ഗണപതിയുടെ പേരിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ഗണപതിയെയും ഗണപതി ആരാധനയെയും നമ്മുടെ വിശ്വാസങ്ങളെയും ധർമ്മങ്ങളെയും എല്ലാം നമുക്ക് സ്വതന്ത്രമായി ആചരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിയേ പറ്റൂ എന്ന ചിന്ത, ഉത്കടമായ ഒരു ഉൾത്വര അഭിവാഞ്ച അവരുടെ ഉള്ളിൽ കത്തിപ്പടർത്താൻ ഈ ഗണേശോത്സവത്തിലൂടെ സാധിച്ചു. അങ്ങനെയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടാൻ വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ അണിനിരന്ന സമര പരമ്പരയുടെ തുടക്കമുണ്ടാകുന്നു. അതുകൊണ്ട് ഗണേശോത്സവം എന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അടിമത്തത്തിന്റെ തുടലുകൾ പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ടുള്ള സമുജ്വലമായ പോരാട്ടത്തിന്റെ രോമാഞ്ചദായകമായ വീരേതിഹാസങ്ങൾ രചിച്ച ഒരു പൂർവ്വ ചരിത്രമുള്ള മഹത്തായ ഉത്സവമാണ്. അതിന്റെ നിറം മങ്ങാത്ത ഓർമ്മകൾ എല്ലാ കാലത്തും സാർവജനീനമായും സാർവകാലികമായും നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നും ഗണേശോത്സവം നമ്മൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ടുകൂടി നടത്തുന്നത്. അന്ന് സ്വാതന്ത്ര്യബോധത്തിന് വേണ്ടിയായിരുന്നു ഇത് നടത്തിയിരുന്നത്. ഗണേശോത്സവത്തിലൂടെ ശക്തി കൂടി നേടാൻ വേണ്ടിയായിരുന്നു. ഭക്തി, ഗണേശ ഭക്തിയുണ്ട്, പക്ഷെ സാമാജികമായ ശക്തിയും കൂടി വേണം. അങ്ങനെ ഭക്തിയും ശക്തിയും രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, യുവത്വ കരുത്തും ചേർത്തുകൊണ്ട്, ഒരുമയുടെ പെരുമയെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊടും പാവും ചേർന്ന മഹത്തായ ആഘോഷമായി ഗണേശോത്സവത്തെ മാറ്റുകയായിരുന്നു. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ യൗവനം, അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, അവരുടെ സർവ്വതും, അവരുടെ വിദ്യാഭ്യാസം, അവയെല്ലാം അമ്മയുടെ ഭാരതമാതാവിന്റെ തൃച്ചേവടികൾ സമർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. തൂക്കുമരത്തിൽ തൻ ഗളനാളം തൻ കയ്യാലെ ചേർത്ത് പുഞ്ചിരി തൂകി ഇഞ്ചിഞ്ചായി മരിച്ച,
തൂക്കുമരം കഴുത്തിലെടുത്തണിയുമ്പോഴും ഭാരത് മാതാക്കി ജയ് വിളിച്ച പതറാത്ത മനസ്സോടുകൂടി അമ്മയ്ക്ക് മുമ്പിൽ സ്വജീവിതം പ്രാണപുഷ്പം തൃച്ചേവടികളിൽ സമർപ്പിച്ച അവരെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് ഗണേശോത്സവം എന്ന് പറയുന്നത് കേവല ആധ്യാത്മികതയോടൊപ്പം അതിനപ്പുറം നമ്മുടെ രാഷ്ട്രസ്നേഹത്തിന്റെ, സ്വാതന്ത്ര്യബോധത്തിന്റെ, ധർമാഭിമാനത്തിന്റെ, ഹൈന്ദവ ഐക്യത്തിന്റെ, ഏകത്വത്തിന്റെ രാസത്വരകമായി വർദ്ധിതമാനമായ രീതിയിൽ നമ്മുടെ ധർമാഭിമാനം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്കാണ് ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കുന്നത്. ഗണപതി എന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഈശ്വരനാണ്, ഈശ്വര സ്വരൂപമാണ്. നമ്മൾ ഏത് ചെറിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഗണപതിക്ക് വെക്കും, ഗണപതിയെ ആരാധിക്കും. അതുകൊണ്ടാണ് ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോ 2-3 വർഷം മുമ്പ് ഗണപതി ഒരു മിത്താണ് എന്ന് നമ്മുടെ നാട്ടിലെ പ്രധാന ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആക്ഷേപിച്ചു പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഉണർന്നു വന്നു. അതുവരെ ഗണേശോത്സവം നടക്കാത്ത സ്ഥലത്തൊക്കെ ആ വർഷം മുതൽ ഗണേശോത്സവം തുടങ്ങി. മിത്താണെന്ന് പറഞ്ഞ ഗണപതി, ആ ഗണപതിയുടെ ഭക്തന്മാർ നാടെമ്പാടും ഇളകി വശായി. ഇപ്പൊ നാട്ടിലെമ്പാടും ഗണേശോത്സവങ്ങൾ വ്യാപകമായി വന്നിരിക്കുകയാണ്. അങ്ങനെ വിമർശകന്മാരെ കൊണ്ടും ചില ഗുണങ്ങളുണ്ട് ധർമ്മത്തിന്. പണ്ടൊക്കെ രാക്ഷസന്മാരെ കൊണ്ടും ഗുണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദേവഗണങ്ങൾ, സാത്വിക ശക്തികൾ ഒരുമിക്കാൻ രാക്ഷസന്മാരുടെ ആക്രമണം കാരണമാകാറുണ്ട്. അങ്ങനെ ആ ഒരുമയ്ക്ക് ഒരു നിദാനമായി, കാരണമായി ഇത്തരം ആക്ഷേപങ്ങളൊക്കെ മാറുകയാണ്. ഏത് നല്ല കാര്യം തുടങ്ങാൻ നമ്മൾ ഗണപതിക്ക് വെക്കും. ഗണപതി ഹോമം എന്നൊക്കെ പറയുന്നത്, ഗണപതി ഹവനം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗണപതിക്ക് വെക്കുക എന്നൊക്കെ ഒരു പുരാണത്തിൽ, പത്മപുരാണത്തിൽ ഒരു കഥ പറയുന്നത്, താരകാസുരൻ എന്ന് പറയുന്ന അസുരനെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവഗണങ്ങളെ നിയോഗിച്ചപ്പോ ദേവന്മാർ അവരുടെ സേനാനായകനായി നിർദ്ദേശിച്ചത് സുബ്രഹ്മണ്യനാണ്. ആ സുബ്രഹ്മണ്യ ഭഗവാനെ സേനാനായകനായി അഭിഷേകം ചെയ്യാൻ വേണ്ടി സാക്ഷാൽ ദേവേന്ദ്രൻ അഭിഷേക ജലം ഒരു കുടത്തിലെടുത്ത് ഈ സുബ്രഹ്മണ്യ ഭഗവാന്റെ ശിരസിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, കൈ ഉയർത്താൻ നോക്കുമ്പോൾ കൈ ഉയർന്നില്ല. ബാഹുസ്തംഭം എന്ന് പറയുന്ന കൈ ഒരു സ്തംഭനാവസ്ഥയിലായി പോയി, കൈ ഉയരുന്നില്ല. കൈ ഉയരാണ്ട് ജലം ഇങ്ങനെ ഒഴിക്കാനും പറ്റൂലല്ലോ, അതും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പോലും, ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിക്ക് വെക്കാത്തതുകൊണ്ടാണ്, ഗണപതിയെ പ്രീതിപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ ബാഹുസ്തംഭം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഗണപതിയെ പ്രീതിപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ കൈ ഉയർന്നു, അഭിഷേകം ഗംഭീരമായി നടന്നു. സേനാനായകനായി സുബ്രഹ്മണ്യൻ വന്നു. അസുര പെരുമാക്കന്മാരായിട്ടുള്ള രാക്ഷസന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും അവസാനം ദുഷ്ടമൂർത്തിയായ താരകാസുരനെയും കൊമ്പ് കുത്തിച്ച് താരകാസുര വധവും നടത്താൻ സാധിച്ചു. അന്ന് മുതലാണ് പോലും ഏത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ പ്രീതിപ്പെടുത്തണം, വിഘ്നേശ്വര പൂജ നടത്തണം, ഗണപതിക്ക് വെക്കണം എന്നുള്ള, വിഘ്ന ഭഗവാനെ വിഘ്നം നീക്കാൻ വേണ്ടി, തടസ്സം നീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഒരു രീതിയും ശീലവുമെല്ലാം സമൂഹത്തിൽ വളർന്നു വന്നത്. ഗണപതി, നമ്മളിപ്പോ ഗണപതിയുടെ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർ വളരെ ആക്ഷേപിക്കുന്ന ഒരു രൂപമാണ് ഗണപതിയുടേത്. വലിയൊരു വയറുണ്ട്. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അതിൻ്റെ കഥ പറയുണ്ടായി. ആ വയറെന്തിനാണ്, നണ്ടകടാഹങ്ങൾ കൊണ്ട് നിറച്ച ആ വയറ് എന്തിനാണ് എന്നും കൂടി പറയുണ്ടായി. കുബേരന്റെ ഡമ്പ് ഇല്ലാതാക്കാൻ, അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി കുംഭ നിറച്ചവനെ എന്ന് പറയുണ്ടായി.
പണക്കാർക്കൊക്കെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് പണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഭാവമൊക്കെ വരുമല്ലോ. അങ്ങനെ ഭാവം വരുന്ന കൂട്ടത്തിൽ ചിലർ നല്ല കാര്യം ചെയ്യും. എന്നാൽ കുറച്ച് ആളുകൾക്കൊരു സദ്യ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ സദ്യക്ക് ഗണപതിയെയും വിളിച്ചു എന്നുള്ള കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവന്റെ അഹങ്കാരം ഒന്ന് ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഗണപതി ആ സദ്യയിൽ പങ്കെടുത്തത്. എനിക്കിഷ്ടം പോലെ ഇനി ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. ഓ, അതിനെന്താ ഇവിടെ മുടക്കം, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് കുബേരൻ പറയുകയും ചെയ്തു. കുബേരന് ഇത്ര പണിയാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഭക്ഷണം അങ്ങ് വിളമ്പാൻ തുടങ്ങിയപ്പോൾ വെച്ചതെല്ലാം വിളമ്പി, അടുപ്പത്തുള്ളതും വിളമ്പി, പിന്നീട് അപ്പുറത്തുള്ളതും വിളമ്പി, ഭണ്ണാരപ്പുര കലവറയിലുള്ളതും എടുത്ത് വിളമ്പി, അടുത്ത വീട്ടിൽ നിന്നുള്ളതും കൊണ്ടുവന്ന് വിളമ്പി, പിന്നെ വെച്ച പാത്രവും കൊടുത്തു, പിന്നെ പന്തല്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടായി. അങ്ങനെ എല്ലാം തിന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കുബേരന്റെ പുറകെ ഓടാൻ തുടങ്ങി. കുബേരൻ ഓട്ടം, അങ്ങനെ ഓടി അവസാനം ശിവന്റെ അടുത്തെത്തി. ശിവൻ അവിടുന്ന് ഒരു പിടി മലര് വാരി ഗണപതിയുടെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഏമ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോഴാ വിശപ്പ് മാറിയത് എന്ന് ഗണപതി പറഞ്ഞു എന്നാണ് കഥ. അപ്പം അതുകൊണ്ട് പണത്തിൻ്റെ ഡമ്പും അഹങ്കാരവും എല്ലാം ഇല്ലാതാക്കുക എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അത്തരം അഹങ്കാരമൊന്നും പാടില്ല എന്നും ഈശ്വര ചൈതന്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരായിരിക്കണമെന്നും നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് സ്ഥിരമല്ലെന്നും അങ്ങനെയാണ് പറയുക. ലക്ഷ്മി ദേവിയെ കുറിച്ച് പറയും, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറൊരു വീട്ടിലായിരിക്കും, അടുത്ത വേറൊരു വീട്ടിലായിരിക്കും. അവൾ ചഞ്ചലയാണ്, അവൾ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറയും ഐശ്വര്യ ദേവത. ആ ഐശ്വര്യ ദേവത ആർക്കും സ്ഥിരമല്ല എന്നൊക്കെയുള്ള വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഗണപതി ഭഗവാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. ഗണപതി അദ്ദേഹത്തിൻ്റെ ഒരു രൂപമുണ്ട്, വയറിങ്ങനെയാണെന്ന് പറഞ്ഞു. ഗണപതി ഭഗവാന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ശിവനൊരു വണ്ടി മേടിച്ചു കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചുണ്ടലിയാണ്, ഒരു എലിയാണ് ഗണപതിയുടെ വാഹനം. ഇങ്ങനെ വലിയൊരു കുടവയറനായിട്ടുള്ള ആള്, തടിയനായിട്ടുള്ള ഒരാള് സഞ്ചരിക്കുന്ന വാഹനം കണ്ടാൽ ആർക്കും ചിരി വരും. അതിൻ്റെ ഒരു വലിയ തത്വമുണ്ട്. ആ തത്വത്തിലേക്കൊന്നുമല്ല പോകുന്നത്, പൃഥ്വി തത്വമാണ്. നമ്മുടെ ഷടാധാരം എന്ന് പറഞ്ഞ ആത്മീയമായിട്ട് വലിയ അർത്ഥതലങ്ങളുള്ള ഒരു താന്ത്രികമായ സങ്കല്പനമുണ്ട്. നമ്മുടെ ശരീരത്തിൽ 6 ആധാരങ്ങളുണ്ട് എന്ന്. അതിൽ ഒന്നാമത്തേത് മൂലാധാരം എന്നാണ് പറയാം. ആ മൂലാധാരം മുതൽ ശരീരത്തിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തിനുള്ള സഹസ്രദള പത്മം വരെയുള്ള 6 ആധാരങ്ങളുണ്ട്. അതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്ന 6 പടി. അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പടി, അതിൻ്റെ മൂർത്തി, മന്ത്രമൂർത്തി എന്ന് പറയുന്നത്, ബീജമന്ത്രമൂർത്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ്. അത് പൃഥ്വി തത്വമാണ്. പൃഥ്വി എന്ന് പറയുന്നത് ഭൂമിയാണ്, മണ്ണാണ്. ആ മണ്ണിൻ്റെ അടിയിലാണ്, മാളിയിലാണ് ആര് കഴിയുക? എലി കഴിയുക. ആ എലി എന്ന് പറയുന്നത് മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതീകമായിട്ടാണ് എലി വരുന്നത്. ഒരു പ്രതീകമാണ്. എല്ലാം ഭാരതത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം സിംബോളിക്കായി എന്ന് പറയും, പ്രതീകമായിട്ടാണ് ആവിഷ്കരിക്കുക. അപ്പം അങ്ങനെയാണ് ഗണപതിക്ക് ഭൂമി തത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു എലി വാഹനമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ആനയുടെ രൂപമാണ് ഗണപതിയുടെ മുഖത്തിന് എന്നുള്ളത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അതൊക്കെ ആളുകൾ വളരെ പരിഹസിച്ചുകൊണ്ടൊക്കെ പറയും. നമ്മളതിൻ്റെ തത്വം എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ അവർ തത്വമാണ് ആവിഷ്കരിച്ചത്. അവരും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു മന്ത്രഭാഗം ചൊല്ലി, ഏകദന്തം എന്ന് പറഞ്ഞു, ഒറ്റക്കൊമ്പാണ് എന്നാണ്. മഹാകായം എന്ന് പറഞ്ഞു, വലിയ ശരീരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലംബോദരം എന്ന് പറഞ്ഞു, ഉദരം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ, ലംബോദരം വിശാലാക്ഷം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വയറുള്ള, ഒറ്റക്കൊമ്പുള്ള, സ്വർണവർണ്ണമുള്ള, തുമ്പിക്കൈയുള്ള ഒരു രൂപമാണ് ഗണപതിയുടേത് എന്നുള്ളത്. അങ്ങനെ ഒരു രൂപം നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഗണപതിയുടെ ചില പര്യായങ്ങളും കൂടി ഓർമ്മിക്കുമ്പോൾ ഒരു പര്യായം വിനായകൻ എന്നാണ്. അതിൻ്റെ അർത്ഥം വിശേഷണ നയിക്കുന്നവൻ എന്നാണ്. അതായത് നല്ല ഒരു നേതാവ് എന്നാണ്, ബെസ്റ്റ് ലീഡർ എന്നാണ്. ആ ലീഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്
നായകത്വം എന്ന് പറയുന്നത് ഗണപതിക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് കൊണ്ടാണ് ദേവന്മാർ അദ്ദേഹത്തിന്റെ സേനാപതിയായി വാഴിച്ചത്. അദ്ദേഹം നല്ല ഒരു ക്യാപ്റ്റനാണ്, നല്ല ഒരു ലീഡറാണ്, ഒരു മാതൃക നേതാവാണ്, വിനേതാവാണ്, വിനായകൻ എന്നത് അതുകൊണ്ടാണ് പറയുന്നു. അങ്ങനെ വിനായകനായിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് വിനായകനായി മാറിയത്? അതാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഗണപതിയുടെ ചില തത്വങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്, ഗുണഗണങ്ങളാണ് നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത്, അതിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ എന്തൊക്കെ ഗുണഗണങ്ങളാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഗണപതി ഭഗവാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന് 4 കൈയുണ്ട്, പലതരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. പ്രധാനമായ ഗണപതി മൂർത്തിയുടെ കയ്യിൽ 4 കൈയിൽ, അങ്ങനെ 4 കൈയാണ്. ആ 4 കരങ്ങളിലും ഓരോന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു കൈയിൽ ഒരു അത്ഭുത ജീവിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആന നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കണ്ടാലും മതിവരാത്ത ഒന്നാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. ആന എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല. അതുകൊണ്ട് ആന എന്ന് പറയുന്നത് അത്ഭുത ജീവിയാണ് എന്നുള്ളതാണ്. ആനയുടെ തുമ്പിക്കൈ, ആ തുമ്പിക്കൈയുടെ ഒരു പ്രത്യേകത, അത് വലിയ വൻമരങ്ങൾ, പഴയ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് വലിയ മരങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നത് ആനയാണ്, തുമ്പിക്കൈ കൊണ്ടാണ്. വലിയ വടം ആ മരത്തിൽ കെട്ടി തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞ് വലിച്ചു കൊണ്ടുപോകും. അതുപോലെ ആനയുടെ തുമ്പിക്കൈക്ക് വൻമരങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ ആനയുടെ തുമ്പിക്കൈക്ക് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു മൊട്ടു സൂചി പോലും എടുക്കാനുള്ള കഴിവുണ്ട്. ചെറിയ കാര്യങ്ങൾ ചെയ്യാനുമാവും തുമ്പിക്കൈയുണ്ട്, വൻ കാര്യങ്ങൾ ചെയ്യാനുമാവും തുമ്പിക്കൈയുണ്ട്. ആന ഇങ്ങനെ നടക്കുമ്പോൾ മുൻഭാഗത്തെ കൈ വെക്കുന്നതിന് മുമ്പ് ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഭൂമി ഇങ്ങനെ അമർത്തി നോക്കും. അങ്ങനെ അമർത്തി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആന അടുത്ത ചുവട് വെക്കുക. അങ്ങനെയാണ് ആന നടന്നു പോകുന്നത്. അതുകൊണ്ട് ആ തുമ്പിക്കൈ എന്ന് പറയുന്നത് അത് ചെറിയ കാര്യങ്ങൾ ചെയ്യാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും സമർത്ഥമായതാണ് എന്ന ഒരു തത്വമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ വൻ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കണം, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചാണ് വലിയ കാര്യങ്ങൾ നേടാനുള്ള പ്രാപ്തി നമ്മൾ നേടേണ്ടത് എന്ന തത്വവും കൂടി അതിൽ പറയുകയാണ്. ഒരു കയ്യിൽ കയറാണെന്ന് പറഞ്ഞു. കയറെന്തിനാണ്? കയറ് പാശം എന്ന് പറയും. ആശയായുള്ള പാശം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആശയായുള്ള പാശം അതിങ്കെന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ എന്ന് പൂന്താനം പറയുന്നുണ്ട്. പണം, അതിനുള്ള അത്യാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ 10 കിട്ടിയിൽ 100 മതിയെന്നും, ശതമാകിൽ 1000 മതിയെന്നും, 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ 1000 ആശ്ചര്യം എന്നതും, അങ്ങനെ പണത്തിന്റെ ആർത്തിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആശ ഒരു പാശമാണ്, കയറ് പോലെ നമ്മളെ ചുറ്റി വരിയും എന്ന് പറഞ്ഞു. ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. അപ്പോ ഈ കയറ് എന്ന് പറയുന്നത് അത് നമ്മളെ ആശയായി ചുറ്റി വരിയുന്ന ഒരു കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മളെ തടയുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഉപേക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, വേണ്ടെന്ന് വെക്കേണ്ട പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നോ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മളെ പലതരത്തിലുള്ള ആശകൾ നമ്മളെ കുട്ടിക്ക് വലിക്കും, നമ്മളെ പ്രലോഭിക്കും. കാണരുതാത്തടത്ത് നോക്കാൻ പറയും, ചെയ്യരുതാത്തത് ചെയ്യാൻ പറയും. അങ്ങനെ പലതുമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഈ ആശയെ അറുത്ത് മുറിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കയറ്. നമ്മുടെ മനസ്സിനെ ബലപൂർവം പിടിച്ചു കെട്ടാൻ ഒരു കയറ് വേണം. പശുവിനെ കെട്ടിയിട്ടില്ലെങ്കിൽ പശു ഇങ്ങനെ നടക്കുന്ന പോലെ നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 ഭാഗത്തും ഇങ്ങനെ പോയാൽ ഒരു 5 കുതിരകളെ കൂട്ടിയ ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾക്കിതാ ഇപ്പോ തന്നെ നരകത്തിലേക്ക് അയക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭ്രാന്തൻ ആശയങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. മനുഷ്യത്വം തൊട്ട് തെറിക്കാത്ത അത്തരം കാഴ്ചപ്പാടുകളുമുണ്ട്. പക്ഷേ ഭാരതീയ സംസ്കൃതിയുടെ സവിശേഷത
എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതുമാണ് എന്നതും വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ഈ നമ്മുടെ ധർമ്മം ഇവിടെ നിലനിൽക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമായിട്ടുള്ള ഒന്നാണിത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ സർവമത മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു മന്ത്രാർത്ഥമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആകാശത്തു നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ എങ്ങനെയാണോ വ്യത്യസ്തമായ കൈവഴികളിലൂടെ ഒരേ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്, അതുപോലെ എല്ലാ ഈശ്വരാരാധനാ സമ്പ്രദായങ്ങളും ഒരേ സർവശക്തനായ ഈശ്വരനിലാണ് എത്തിച്ചേരുന്നത് എന്നാണ്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്. യോഗമാണ് ഏറ്റവും നല്ല ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് തകർക്കുക, ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്ന ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് തകർക്കുക എന്നാണ് പരിശ്രമം. അതാണ് ശബരിമലയിൽ ഉണ്ടായത്. ആ ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ലാത്ത ആ ശബരിമലയിൽ ഇരുട്ടത്ത് പോലീസിന്റെ സഹായത്തോടുകൂടി അവിടുത്തെ ആചാരം തകർക്കുക എന്ന ഒറ്റ ദുഷ്ടബുദ്ധിയോടുകൂടി 2 പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്നു എന്നൊരു വീഡിയോ ഉണ്ടാക്കി, ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമലയുടെ ചൈതന്യത്തെ, പരിശുദ്ധിയെ, വിശുദ്ധിയെ, ആചാര പെരുമയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായ ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങളെയൊക്കെ തകർക്കാൻ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ തകർക്കാൻ വിധികളെ ഉദ്ധരിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. നേരിട്ടല്ല യുദ്ധം, ചതിയുദ്ധമാണ്, ഒളിയുദ്ധമാണ്. അവർക്ക് പിന്തുണ നൽകാൻ ഇവിടെ മാധ്യമ പടയുണ്ട്. ഇവിടെ നിന്ന് കഴുകന്മാർ, ചില ആളുകൾ ഇപ്പൊ മാധ്യമ പ്രവർത്തകന്മാർ എന്ന് പറയുന്ന മാപ്ര എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് പോയ മാപ്ര കഴുകന്മാർ, ശവം തേടിപ്പോയ കഴുകന്മാർക്ക് ഇനി അവിടുന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് തിരിച്ചു വരാം. അവിടുന്ന് വട്ടമിട്ട് പറന്ന, ശവം തേടി പറന്ന കഴുകന്മാരുണ്ടല്ലോ, ആ കഴുകന്മാർ എന്താണ് ഉദ്ദേശിച്ചത്? അവർക്ക് ഹിന്ദുവിനെ അപമാനിക്കണം, ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിക്കണം, അതിന്റെ പ്രശസ്തിയെ കെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ തലത്തിലുള്ള ധർമ്മത്തിനെതിരായിട്ടുള്ള ഇത്തരം എതിർപ്പുകൾ, ഇത്തരം അനാവശ്യമായ ആക്ഷേപങ്ങൾ, അപമാനിക്കലുകൾ, അവഹേളിക്കലുകൾ അതില്ലാതാകണമെങ്കിൽ നമ്മൾ പുതിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി സാർവജനിക ഗണേശോത്സവവും സ്വാതന്ത്ര്യ സമരകാലത്ത് നടത്തിയതുപോലെ നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കാൻ, നമ്മുടെ വിശ്വാസങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ പൈതൃകങ്ങളെ രക്ഷിക്കാൻ, മൂല്യങ്ങളെ രക്ഷിക്കാൻ, പാരമ്പര്യത്തെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനിമേൽ ജാതികൾ വേണ്ടിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലൊരു അമ്മൈ കോമനം. वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं